ഹലോ ഗൈസ്, അപ്പം ഞാനിന്ന് നെസ്ലിനെ കാണാൻ പോവാണ്. അപ്പം നെസ്ലിൻ ഖത്തറിൽ അബൂസിത്ര മാളിലേക്ക് ഇന്ന് വരുന്നുണ്ട്. നെസ്ലിൻ മാത്രമല്ല, ആലപ്പുഴ ജിംഖാനത്തെ ഫുൾ ടീം വരുന്നുണ്ട്. അപ്പം ഞാൻ നെസ്ലിനെ കാണാൻ പോവാണ്. അങ്ങനെ ഇതാ അബൂസിത്ര മാളിലെത്തി. നേരെ നമ്മൾ ലോട്ടിലേക്കാണ് പോയത്. നമ്മൾ കുറച്ച് നേരത്തെ വന്നതിനെ കൊണ്ട് പിന്നെ പോയിട്ട് മുകളിൽ പോയിട്ട് ലോട്ടിലൊക്കെ പോയി പർച്ചേസ് ചെയ്യാൻ വിചാരിച്ച് നോക്കുമ്പോൾ ഫുൾ കളക്ഷൻസ് ആട്ടോ ഉള്ളത്. അതും നല്ല റീസണബിൾ പ്രൈസിൽ വരുന്നതാണ് എല്ലാ ഐറ്റംസും. ഇവിടെ 1 മുതൽ 19 റിയാൽ മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ എന്ത് വാങ്ങുകയാണെങ്കിലും 19 റിയാലിൻ്റെ ഉള്ളിലേ വരുള്ളൂ. അത് നല്ല ക്യൂട്ട് സാധനങ്ങളുണ്ട്. അതും ഒരു വീട്ടിലേക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഈ ഖത്തറിൽ ഇത്രയും റേറ്റ് കുറഞ്ഞുള്ള സ്ഥലം ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. നിങ്ങൾ ഖത്തറിലാണെങ്കിൽ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യണം. ലോട്ടിൻ്റെ ബ്രാഞ്ച് ഇവിടെ മാത്രമല്ല, ഖത്തറിൽ കുറേ സ്ഥലത്തുണ്ട്. അപ്പോൾ ഇതാ നല്ല ക്യൂട്ട് സാധനങ്ങളൊക്കെ കണ്ട് ഞാൻ എല്ലാം പർച്ചേസ് ചെയ്ത് വെച്ചിട്ടോ. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറി. അവിടെ നോക്കുമ്പോൾ അതാ 1.5 മണിക്കൂർ ലേറ്റാട്ടോ പരിപാടി. അങ്ങനെ ട്രെയിലറൊക്കെ ഇട്ടെന്ന് നമ്മളാകെ സൂചിപ്പിക്കുകയാണെങ്കിലും കട്ട പോസ്റ്റ് ചെയ്യുന്നു കേട്ടോ. പിന്നെ നെസ്ലിനെ കാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം കേട്ടോ നമ്മളിതാ ഇത്രയും വെയിറ്റ് ചെയ്ത്. പിന്നെ നമ്മളെ ബോറടിപ്പിക്കാതാക്കാൻ കുറേ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് എൻ്റർടൈൻമെൻറ്റ്, പാട്ട്, ഡാൻസ്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നല്ല ലേറ്റായി പോയിട്ടോ പരിപാടി. പടക്കം പൊട്ടുന്ന കൈയ്യടിയോട് വെൽക്കം ചെയ്താലോ? യെസ്, സ്കൈ മീഡിയ പ്രസൻസ് പവർ പഞ്ച് സെലിബ്രേഷൻ ആലപ്പുഴ ജിംഖാന ടീമിംഗ് അസോസിയേഷൻ വിത്ത് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട താരം നസ്ലിൻ ലുക്മാൻ ഗണപതി, നമ്മുടെ സ്വന്തം താരമാണ് ഇവിടെ ഖത്തറിന്റെ മണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സ്വാഗതം ചെയ്യാം. നമ്മുടെ സ്വന്തം താരം കൈയ്യടി വേണ്ട, കമാൻ ഒരു കിടന്ന കൈയ്യടി, നമ്മുടെ ഖത്തറിന്റെ പവർ കാണിക്കുന്ന കൈയ്യടി. ഖത്തറിന് സ്വാഗതം ചെയ്യാം. നമ്മുടെ സ്വന്തക്കാർ കൈയ്യടി കമാൻ. അങ്ങനെ ഞാൻ നെസ്ലിനെ കണ്ടിട്ട് എനിക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല, ഞാൻ കണ്ട്. അങ്ങനെ അതാ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെയും പരിപാടിൻ്റെ കാര്യങ്ങളൊക്കെയും. അങ്ങനെ അതാ പരിപാടിയൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ വെയിറ്റാണ് നെസ്ലിനൊപ്പം കയറുന്നത്. ഇവിടെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഡാൻസ് പരിപാടി കാര്യങ്ങളൊക്കെ. എനിക്കിതിലൊന്നല്ല, നെസ്ലിനൊപ്പം സ്റ്റേജിലേക്ക് കയറുമെന്ന് ആലോചിച്ചിരിക്കാട്ടോ. അങ്ങനെ ആ സൂപ്പർ താരങ്ങളെ നമുക്ക് നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടാവുന്നു. നമ്മുടെ വിഷു ഈസ്റ്റർ അങ്ങനെ ഇതാ എല്ലാവരും സ്റ്റേജിലേക്കൊക്കെ വിളിച്ച് വരുത്തിയിട്ട് ഇതാ നിരന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും. അങ്ങനെ ഇതാ പരിപാടിയൊക്കെ ഇതാ നല്ലോണം ഉഷാറായിട്ട് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ആലപ്പുഴ ജിംഖാനത്തെ ഫുൾ ടീമിനെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. ഞാൻ നെസ്ലിനെ കാണാൻ പറ്റിയെന്നുള്ള സന്തോഷം, പക്ഷേ എല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ ഇതാ അവർക്ക് എന്തോ ഒരു അവാർഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാ ആദ്യം ആ ചടങ്ങിലേക്ക് ചെയ്യണം. അതിൻ്റെ ശേഷമാണ് എല്ലാവരോടും ഒരു വാക്ക് പറയുന്നത്. എല്ലാവരും പടം കണ്ടില്ലേ? കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും പോയി കാണണം. കണ്ടവർക്ക് ഒന്നുകൂടി കാണാം. നല്ല പടം. 25-ന് ഓക്കെ, 25-ന് തെലുങ്കിലേക്ക് എത്താൻ പോകുന്ന ഒരു സിനിമ അവിടെ നമ്മൾ തകർത്തു അല്ലേ? രാജ്മൗലിലേക്ക് വന്നിട്ട് ഗംഭീരമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ മൂവി അവിടെ എത്താൻ പോകുന്നു. ഇതും തകർക്കട്ടെ പറഞ്ഞു. ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം, അസ്സലാമു അലൈക്കും. ഒത്തിരി
സന്തോഷമുണ്ട് ഒരു സിനിമയുടെ വിജയത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വേറെ നമ്മളുടെ മലയാളികളുള്ള ഖത്തറിൽ വരാൻ സാധിച്ചതിലും വേറെ രാജ്യത്ത് വരാൻ സാധിച്ചതിലും ആ പടം ഇവിടെ പ്രൊമോട്ട് ചെയ്യാൻ സാധിച്ചതിലും ഇവിടെ ഒത്തിരി നല്ല ഗംഭീരമായിട്ട് ഓടുന്നുണ്ട്. നല്ല വാർത്തകളാണ് എല്ലായിടത്തും കേൾക്കുന്നത്. അപ്പോൾ ഒത്തിരി ഹാപ്പിയാണ് ഞാനും ഞങ്ങള് ജയിച്ച ആലപ്പുഴ ടീം. അപ്പോൾ എല്ലാവരും പടം കണ്ടില്ലേ? കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും പോയി കാണണം. കണ്ടവർക്ക് ഒന്നുകൂടി കാണാം. നല്ല പടം. ഞാൻ പറഞ്ഞാണ്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഈ ഖത്തർ നമുക്ക് അത്ര പരിചയമില്ലാത്ത സ്ഥലമൊന്നുമല്ല. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് വരുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അത് ഖത്തറിൽ. പിന്നെ സന്തോഷമുണ്ട് ഇവിടെ വരുന്നത്. കഴിഞ്ഞു. സീരിയസ് ആയിട്ട് വില്ലനായിട്ടുണ്ട്, കോമഡി ഉണ്ട്, അല്ലേ? എല്ലാ കയ്യിലുണ്ട് എല്ലാം. എന്തായാലും ഹലോ ഖത്തർ, ഞങ്ങളിവിടെ വരുന്നതിന് മുന്നേ എനർജി ചെറുതായിട്ട് കുറവായിരുന്നു. ഇവിടെ ഡാൻസും ഇവിടുത്തെ ഇത്രയും ആൾക്കാരുടെ ഇത്രയും അവിടെ ഇത്ര നേരം വെയിറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി. നമസ്കാരം, വളരെ സന്തോഷം. ഞാൻ പാലും പഴവും പാടുന്നുണ്ടോ? താങ്ക് യു. വളരെ സന്തോഷം. ഞാൻ പ്രൊമോഷൻസ് ദുബായിൽ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഖത്തറിൻ്റെ ഒരു പ്രൊമോഷൻ വരുന്നത്. വളരെ സന്തോഷം. കാരണം നമുക്ക് നാട്ടിൽ കിട്ടുന്നതിനേക്കാളൊരു സ്നേഹത്തിൻ്റെ ഒരു പിടി മുകളിലാണ് നമ്മളുടെ പ്രവാസികളുടെ സ്നേഹം. അത് സക്സസ് ആയിട്ട് മുന്നോട്ട് സിനിമയിൽ ഭയങ്കര സക്സസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ റിലേഷൻഷിപ്പിനെ പറ്റാ ചോദിക്കുന്നത്. താങ്ക് യു. എന്താണ് എന്റെ ചേട്ടനെ കുറിച്ചാണോ? അങ്ങനെ ഇതാ അതിൻ്റെ കൂടെ പുതിയ ലോഞ്ചൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിന്നെയുള്ള ഗെയിം അറിയണ ഒരുക്കി ടാസ്ക് കൊടുക്കലേനു. ചോദ്യം ഇതാണ്, റിയൽ ലൈഫിൽ കുറച്ച് സ്ഥലത്തേക്ക് നിൽക്കോ, അവിടേക്ക് നിൽക്കോ. റിയൽ ലൈഫിൽ ആരെങ്കിലും പ്രണയത്തിന് സഹായിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ സമയം ആ ഒരു സംഭവമാണ് പറയുന്നത്. ഇല്ല, ഒരാൾ സഹായിച്ചിട്ടില്ല. ഇല്ല. ഞാൻ എന്റെ പ്രണയം തന്നെ തുറന്നു പറയാൻ പേടിയുള്ളവർ തന്നെ ഒരു റേഷ്യോ എങ്ങനെയാണ് മുമ്പ് ശേഷം എന്ന് പറഞ്ഞത്? ഓരോരുത്തർക്ക് ഇഷ്ടമാണ്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. അങ്ങനെ പരിപാടിയൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞ് 2-3 ലോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടേനു, കുറേ അനൗൺസ്മെൻറ്റ് ചെയ്യാനൊക്കെ ഉണ്ടേനു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കേക്ക് കട്ടിങ്ങിലേക്കാണ് കേട്ടോ പോയത്. അങ്ങനെ ഇതാ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ. അടിപൊളി കേക്കാണ് കേട്ടോ ലുലു സമ്മാനിച്ചത്. താങ്ക് യു ലുലു. പിന്നെ നെസ്ലിന് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിരുന്നു. നെസ്ലിൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം എന്നുണ്ട്, പക്ഷെ എനിക്ക് ഇവരെ കൂടെ കിട്ടി. അതൊക്കെ കിട്ടിയതിൽ സന്തോഷം. അതാ ലുക്മാനൊക്കെ ഇതാ എല്ലാവരും കൂടി എടുത്തോണ്ട് പോണ കാഴ്ച ഉണ്ടിരുന്നു കേട്ടോ. അത് നല്ല കോമഡിയാണ്. ഇത് നോക്കി കാണുമ്പോൾ തന്നെ ചിരി വരണം. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. നേരെ ഇവിടെ വിട്ട് ഇവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല അറബിക് ടേസ്റ്റാണ്. അങ്ങനെ നേരെ നമ്മളിതാ ഈ ബ്രെഡ് ഓർഡർ ചെയ്ത്. എന്താണെന്നറിയില്ല, ഈ ബ്രെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മൾ അമ്മൂസിൽ മുക്കി കഴിക്കാൻ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്ക് ഇതാ നമ്മളെ ഫുഡൊക്കെ എത്തി. അങ്ങനെ ഇതാ നമ്മൾ നേരെ ഇതാ ഫുഡൊക്കെ കഴിച്ചു. കാരണം കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തതിനെ കൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇതാ റൈസും കബാബൊക്കെ കഴിച്ച് ഇന്നത്തെ ഡിന്നർ അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അങ്ങനെ ഒരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.